പേരും കൂടെ പോകും. പ്രശ്നം രണ്ട് കരടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ വെച്ച് കൈയടിച്ച് കിടത്താം. നന്ദി പറഞ്ഞ മക്കൾ ഹല്ലേലൂയ ഹല ഉച്ചത്തിൽ പറഞ്ഞ് ഉച്ചത്തിൽ നന്നായിട്ട് കടിച്ച് അഭിഷേകത്തോടെ ബന്ധനം മൊത്തം കഴിഞ്ഞു പോട്ടെ. പൈശാചികപ്പേടി എല്ലാം വിട്ടുപോട്ടെ. ഈ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോട്ടെ. രണ്ട് കരമുയർത്തി ഒറ്റ വിളി യേശുവേ എന്നൊന്നും കൂടി വിളിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ പത്രോസ്ലീഹ അതില്ലേ, പത്രോസിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. രണ്ട് വള്ളം നിറച്ച് മത്സ്യം നിറഞ്ഞപ്പോൾ അവന് ഈശോയെ നേരിട്ട് ഈശോയുടെ പിന്നാലെ പോകുന്നു കാണാൻ പറ്റും. പണ്ടൊരു കഥ പറയാറ്, ഞാൻ സാറിന് കഥ പറയാറില്ല, എന്നാൽ ഈ ഒരു കഥ പറയുന്നത് നമുക്കെല്ലാം നല്ല ഒരു രാജാവിൻ്റെ ചരിത്ര കഥയാണ്. ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ വളരെ ഭയങ്കര സന്തോഷമായിട്ട് കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് അനാഥ മന്ദിരമുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. 100-200 കുട്ടികളെ ഇങ്ങനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം രാജാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം വരികയാണ്. ബർത്ത്ഡേ ദിവസത്തിൽ ഇങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെ ഗ്രീറ്റിങ്സ് എല്ലാം വന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ എല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവരും, രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവരും. രാജാവിൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ഈ രാജാവ് സംസാരിച്ച ശേഷം രാജാവ് അവസാനം പറയും, കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു വലിയൊരു കൊട്ടയ്ക്കകത്ത് കുറേ സമ്മാനപ്പൊതികൾ, വളരെ മനോഹരമായ ഈ നല്ല സമ്മാനപ്പൊതികൾ ഇങ്ങനെ ഒടുക്കി വെച്ചിരിക്കുക. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമ്മാനപ്പൊതി എടുത്തോളാൻ പറയും. അപ്പോഴത്തേക്കും കുട്ടികളും തിരക്കും കൂടി ഓടി വന്നിട്ട് ഓരോരുത്തർ 1, 2, 3 ഒക്കെ എടുത്തിങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോവുക രസകരമായിട്ട്. അപ്പോൾ ഒരു കുട്ടി ആ കൊച്ച് ഓടി വന്നിട്ട് രാജാവിൻ്റെ മടിയിൽ കയറി. രാജാവിനെ പിടിച്ചോണ്ടിരിക്കും. ഇത് കഥയോ കേട്ടോ. എന്നെ പിടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് രാജാവിനോട് നീ എന്താ സമ്മാനം എടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ട? എനിക്ക് രാജാവിനെ മതി. എനിക്ക് രാജാവിനെ മതി. നിനക്കത് സമ്മാനം വേണ്ട, എനിക്ക് രാജാവിനെ. ശരിക്കും ഓർക്കാണ്, ശരിക്കും നമുക്ക് വേണ്ടത് സമ്മാനമല്ല, ഇതിൻ്റെ എല്ലാം ഉടയവനെയാണ് കിട്ടേണ്ടത്. ഇതെല്ലാം നൽകുന്നവനെ കിട്ടണം, എല്ലാം തരുന്നവനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആരംഭമായവനെ കിട്ടേണ്ടത്, ഈശോയെ കിട്ടേണ്ടത്, ദൈവത്തെ കിട്ടേണ്ടത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രഹസ്യം. അതാണ് ദൈവത്തെയാണ് കിട്ടേണ്ടത്, ഈശോയെ കിട്ടേണ്ടത്. ലോകം മുഴുവൻ നേടിയാലും ദുര്യാത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? രണ്ട് കരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് കൈയടിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞു. ബന്ധനം അഴിഞ്ഞു പോട്ടെ. ഒറ്റ വിളി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ ഹരങ്ങൾ സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. രണ്ട് കരം ഉയർത്തി ഒറ്റ വിളി യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവാരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രകരണങ്ങൾ. ഇപ്പം ഞാൻ ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യം പ്രാർത്ഥിച്ചപ്പോൾ നമ്മളതിൻ്റെ എല്ലാവരും ഒരുപോലെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ നമ്മൾ ആരാധിക്കുന്നു. വളരെ മനോഹരം. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ രക്തത്തിൽ പങ്കുചേർന്നിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കുർബാനയും പാട്ടും പ്രാർത്ഥനയും ദൈവാരാധന. പക്ഷെ ഇതല്ല ദൈവാരാധന. ഇതൊരു ദൈവാരാധന ഇത് ദൈവാരാധനയാകണമെങ്കിൽ അതിനുമുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തരം ഒരു പരിഹസിക്കലെന്ന് ഞാൻ പറയും. ദൈവാരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നതാണ് ദൈവാരാധന. ചില കണ്ട് സ്പോർട്സിനെ ഫുട്ബോളിനെ ആരാധിക്കുമ്പോൾ അവർ വലിയ ഫുട്ബോളും അതിൻ്റെ താരങ്ങളെയൊക്കെ ഗോഡായിട്ടൊക്കെ കാണാൻ പറ്റും, ദൈവമായിട്ട്. അതിന് കാരണം അതിനെയാണ് അവൻ 1ാം സ്ഥാനം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അവന് വേറൊന്നുമില്ല. അപ്പം അവൻ്റെ ചിന്ത അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സിനിമാ നടന്മാരെ 1ാം സ്ഥാനം, ചില പാട്ടുകാരെ 1ാം സ്ഥാനം, ചില മ്യൂസിക്കിന് 1ാം സ്ഥാനം, ചിലക്ക് കളറിന്. അപ്പം അവനതാണ് അതിന് 1ാം സ്ഥാനം. അവനങ്ങ് പോവുകയാണ് പുറകെ. അല്ല, അങ്ങനെയല്ല, അവനെൻ്റെ പുറകെ അങ്ങ് പോവുകയാ. ഞാൻ ചോദിച്ചോട്ടെ, നീ ദൈവാരാധന നടത്തിയാലും നീ ദൈവത്തിൻ്റെ പുറകെ പോകുന്നുണ്ടോ?
ഡു യു ഫോളോ ഹിം? നീ ദൈവാരാധന നടത്തിയാൽ അവൻ്റെ പുറകെ പോകുന്നുണ്ടോ? അവൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ, അവനോട് എന്തു ചെയ്യാൻ, അവൻ്റെ വചനം ഭക്ഷിക്കാൻ, അവനോട് ജീവിക്കാൻ, അവരെ സ്വന്തമാക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഇത്രയും ബഹുമാനിക്കുന്നു. ഐ റെസ്പെക്റ്റ് യു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ പ്രശ്നം തീരണമെങ്കിൽ നിങ്ങൾ ഈശോയെ ആരാധിക്കണം. ആരാധിക്കുക വെച്ചാൽ അവന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രസവാഷ് ഒന്നാം സ്ഥാനം വെച്ചാൽ ഒന്നാം സ്ഥാനം അവൻ സ്വന്തമാക്കണം. നീ അതിനുവേണ്ടി അതല്ല ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവരാജ്യം സ്വന്തമാക്കുന്ന നിയമമുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 13:44 പറയും, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്കു അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വായിക്കണം, മുഴുവൻ വിറ്റാൽ. ഇതാണ് എനിക്ക് സെമിനാരി വിഷയം പഠിക്കുന്ന കാലത്ത് എനിക്ക് കിട്ടിയ അനുഭവം. ഈശോയെ സ്വന്തമാക്കണം, മുഴുവൻ വിൽക്കണം, മുഴുവൻ കൊടുക്കണം. ഈശോ നമ്മളോട് ചോദിക്കുന്ന എന്തും കൊടുക്കണം. ഈശോ എടുത്തോട്ടെ, എന്തും എടുത്തോട്ടെ, ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. പ്രശ്നം കാരണം ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും കൊടുക്കണം. അപ്പോൾ അതാണ് കൊടുത്തു. അപ്പോൾ ഇവിടെ പത്രോസ് 2 വള്ളം നിറച്ച് മത്സ്യം നിൽക്കുന്നു. പിന്നെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടല്ല യേശുവിനെ കണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്ന് വിവരിക്കാനല്ലോ. ഞാനും ഇപ്പോൾ ഒരുപക്ഷെ പത്രോസ് അതാണ് വലിയ കടബാധ്യതയൊക്കെ കാണുമായിരിക്കുമേ. അപ്പം അതെല്ലാം വീട്ടുന്നൊരു ദൈവത്തെ അല്ല, അവൻ ദൈവത്തെ അറിഞ്ഞ് ദൈവം ആരാണെന്നറിയാൻ വേണ്ടി ഒരു അടയാളം. ഉടനെ കടം വീട്ടാൻ വേണ്ടി മീനും എടുത്തുകൊണ്ട് പോയി കടയിൽ കൊണ്ട് വിറ്റ് പൈസ മേടിച്ചുകൊണ്ട് കടക്കാരെല്ലാം കൊടുത്തു. ഇന്നലെ കർത്താവ് വന്നുകൊണ്ട് എൻ്റെ പ്രശ്നമൊക്കെ തീർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്, നീ ദൈവത്തിന് ഒത്തിരി നന്ദി കർത്താവ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, നീ എൻ്റെ പ്രശ്നം തീർത്തു. ഏത് അന്ന് പ്രശ്നം തീരില്ല. പ്രശ്നം തീരണമെങ്കിൽ നീ കർത്താവിനെ അനുഗമിക്കണം. You have to follow Jesus Christ. Then only problem can be finished. Totally finished. Praise the Lord. Did you get yes or no? Praise the Lord. Hallelujah. അവിടെ ധ്യാനം കൂടാൻ മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ സ്വന്തമാക്കിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണക്കരയത്തിനാണ് ആണുങ്ങൾ വരുന്നത്. അവിടെ എനിക്ക് വലിയ ബിൽഡിങ് പണിയാൻ വരുന്നത്. എൻ്റെ സ്നേഹിതർ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എത്ര നില കെട്ടിട അച്ഛനെ പണി തരുന്നുണ്ട്. ഒരു 3-4 പേരോളം എൻ്റെ അടുത്തൊന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചില അച്ഛന്മാരും നമുക്ക് ഇങ്ങനെ സൗകര്യം കൂട്ടി ഇത്ര റൂംസ്. അപ്പം അങ്ങനെ എൻ്റെ 16 കോടി രൂപ എൻ്റെ ഇപ്പോഴും എൻ്റെ ആ എല്ലാ സംഭവവും സ്കെച്ച് ആൻഡ് പ്ലാൻ എൻ്റെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ബിൽഡിങ് വേണത് ടോപ്പെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാം കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പണിയത്തില്ല, പണിതാൽ ഞാൻ ഇവിടുന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. എന്താ വെച്ചാൽ എൻ്റെ കാര്യം എന്താ? ഈശോ വന്നത് ഏത് വീട്ടിലാണ്? ഒന്നുമില്ലാത്തപ്പോഴല്ലേ. എന്തെങ്കിലും ഉണ്ടായിരുന്നപ്പോഴാണ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഞാൻ ഈശോ വന്നപ്പോഴുണ്ടായിരുന്നു. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. ഞാൻ ആദ്യമായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് മാറിയാൽ ചിലപ്പോൾ ആര് കാണിയല്ല? ഈശോ കാണിയല്ല. അതുകൊണ്ട് തൊടാൻ പേടി എനിക്ക്. ഇന്നും തൊടാൻ പേടിയാണ്. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തും. തൊടാൻ പേടിയാണ്. കാരണം ഈശോ വന്നപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഇഷ്ടപ്പെടേണ്ടത്. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഈശോയ്ക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. 2 കഴുത്ത് പോലെ ഹല്ലേലൂയ. ഒറ്റവിളി യേശുവേ എന്ന് വിളിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഒരുപാട് മക്കൾ ഈശോനെ കാണിച്ചു തരുന്നുണ്ട്. ഒത്തിരി വേദനിക്കുന്നവരും മുറിവേറ്റവരും തകർന്നവരൊക്കെ ഈ കൂട്ടായ്മ ഇരിപ്പുണ്ട്. എനിക്കത് ഒത്തിരി വിഷമിച്ചു വന്നു. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ധ്യാനത്തിനായിട്ട് വന്നിരിക്കുന്നത്. അറിയാം, ദൂരേന്ന് പോലും വന്നിരിക്കുന്നവരുണ്ട്, ഇതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്നവരുണ്ട്. ഓരോരുത്തർ ഒത്തിരിയേറെ ഈശോയിൽ നന്ദി പറയാം. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൂടി പ്രാർത്ഥന. പക്ഷേ നിങ്ങളുടെ പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും പ്രശ്നം തീർക്കാൻ ചിലപ്പോൾ എന്നോട് ഒത്തിരി അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം തീരുമെന്ന് ഉറപ്പാകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തുകൊണ്ട് അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കാത്ത? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പ്രശ്നം തീരും, പക്ഷേ അടുത്ത ദിവസം നിങ്ങൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ആദ്യം ഈശോയെ നേട്, ഈശോയെ സ്വന്തമാക്കുക. ഈശോ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആരുടെയും ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കോ ആവശ്യമില്ലാത്ത ചെറുക്കോ നിങ്ങൾ പോകില്ല. നിങ്ങളൊന്നിനും പോകില്ല. നിങ്ങൾക്ക് എൻ്റെ ആവശ്യം തോന്നില്ല. ഇപ്പം സമരക്കാരിക്ക് ഈശോയെ കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേറൊന്നിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല.
അങ്ങ് ചിന്ത അങ്ങ് തോന്നുന്നില്ല. സഖേവൂസിന് ഈശോയെ കിട്ടുകയപ്പോൾ പിന്നെ അവനാ പണത്തിൻ്റെ ആവശ്യം തോന്നുന്നില്ല. മറ്റവൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നിർത്തിയവൻ. നാട്ടുകാരൊപ്പം നിൽക്കണം അങ്ങനെ ചിന്തയൊക്കെ പോയി ഒരു. കാരണം ഈശോയെ കിട്ടുകയപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഇങ്ങ് മാറി. കമ്പയറിങ് വിത്ത് സം പീപ്പിൾ. അല്ല, ഇന്നത്തെ അവൻ്റെ മകൻ അമേരിക്കയിൽ, ഇവൻ്റെ മകൻ അവിടെ, അവളുടെ മകൻ ഇവിടെ, ഇന്ന് പഠിക്കുന്നു, ഇന്നത് പഠിക്കുന്നു, ഇന്ന കോളേജിൽ പഠിക്കും, അവിടെ. കഴിഞ്ഞ നാൾ ഞാൻ അണക്കരയിൽ ഒത്തിരി ചെറുപ്പക്കാരിങ്ങനെ കുട്ടികൾ യൂത്ത് ഇങ്ങനെ ബാംഗ്ലൂരിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർ ഒത്തിരി ധ്യാനിക്കാൻ വരും. സങ്കടം തോന്നും ചിലപ്പോൾ. അഡിക്റ്റഡ് ടു എന്നാ വെച്ചാൽ ഒരുപാട് ഡ്രഗ്സിന് അടിമപ്പെടുന്നു, പെൺകുട്ടികൾ ഉൾപ്പെടെ. ഞാൻ ആൺകുട്ടികളുടെ കാര്യം വിട്ടേക്കട്ടെ. ഡ്രഗ്സ്, മദ്യം, സെക്സ്, ചില ഈ മൂവീസിന്, ചില ബാൻഡുകൾക്ക്, ചില മ്യൂസിക് ബാൻഡുകൾക്ക് ഇങ്ങനെ പൊട്ടിട്ട് മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരുന്നു ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ബന്ധിക്കുമ്പോൾ കാണാം അലറിക്കൊണ്ട് പിശാച് ഇറങ്ങിപ്പോയി. പ്രേമബന്ധങ്ങൾ, ഒരിക്കലും പറയാൻ പോലും കൊള്ളില്ലാത്ത പ്രേമബന്ധങ്ങൾ എത്രയാണെന്ന് അതുങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടും. കുരിശ് വെച്ച് ബന്ധിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞു പോകുന്നതാണ്. അത് നിരാശ, കടുത്ത ദേഷ്യം, അപ്പനോടും അമ്മയോടും ഭയങ്കര കലിപ്പ്, അരിശം. ഫ്രീ ലൈഫ്, ആരുടെ കൂടെ വേണം, എപ്പം വേണം, പേലേ വേണം പോകും. ഭയങ്കര വിദ്യാഭ്യാസമാണ്, പഠിത്തം ഭയങ്കര. മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 2nd ഇയർ, 3rd ഇയർ, 4th ഇയർ മെഡിസിൻ, ഹൗസ് സർജൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്. ഭയങ്കര കരിയറിനെ കുറിച്ച് പറയാൻ ഭയങ്കര കേമയാണ്. കരിഞ്ഞ കരിയറാന്നേ ഉള്ളൂ. പ്രശ്നം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എല്ലാം കയറി പിടിക്കുക. റീസൺ ഈസ് സിമ്പിൾ, ദേ ഡോണ്ട് ഹാവ് ജീസസ്. ശരിക്കും ഈശോ, അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ, നിങ്ങൾ ഈശോ ഒന്ന് നേടിയാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഈശോ കൊടുക്കാൻ പറ്റും. പ്രൈസ് ഒറിജിനൽ ഈശോ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും, അടയാളം കാണാൻ പറ്റും. 2 കരത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു അപ്പനും അമ്മയും കൂടെ ഒരു മകളെയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പനമ്മയ്ക്ക് എന്നിട്ട്, അച്ഛാ എൻ്റെ മകളെ ഞാൻ എന്നടുത്ത് പഠിക്കാൻ വിടാൻ പോവാ, ജോലിക്ക് വിടാൻ പോവാ. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയും, ഇപ്പോൾ പോയാൽ വല്ലവനും കൂടെ പോവോ ഇല്ലയോ? പ്രശ്നമോ? ഞാൻ പറഞ്ഞു, നിങ്ങളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇതങ്ങനെ കൂടെ പോവോ ഇല്ലയോ ഞാനല്ല പറയേണ്ടത്. നിങ്ങൾ ആദ്യം ഈശോയെ കൊടുക്ക്. ഈശോ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കൊച്ച് എവിടെ പോയാലും ആരുടെയും പുറകെ പോകില്ല. ഒരിക്കലും പോകില്ല. പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത്, സമരിയാക്കാരിക്ക് ഈശോയെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ എതിലേ വെള്ളം വിടാം, നരകത്തിൽ വിട്ടാലും പേടിക്കേണ്ട കാര്യമില്ല. അവളെ ആരും അവളുടെ അടുത്തോട്ടും പോകില്ല, അവളും ആരുടെ അടുത്തേക്കും പോകില്ല.